ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ നല്ലവരായ സുഹൃത്തുക്കളെ, റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയുള്ള നമ്മുടെ ഈ സേവനങ്ങൾ എല്ലാം പടച്ച തമ്പുരാൻ നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റ് സഹോദരങ്ങൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു തആല സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ലാസ് റൂമിൽ ഇടക്കിടക്കൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും തിരക്കുകൾ കാരണം മൈക്കിൽ വരാനൊന്നും സാധിക്കാറില്ല. ക്ഷമ ചോദിക്കാണ്. എങ്കിലും മിക്ക സമയത്തും സമയമുള്ളപ്പോഴൊക്കെ ക്ലാസ് റൂം കേൾക്കാറും നിർദ്ദേശങ്ങൾ അറിയിക്കാറൊക്കെ ഉണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമത്തെ ഖബൂൽ ചെയ്യട്ടെ. വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു തആല സ്വർഗീയ പ്രവേശത്തിന് കാരണമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ റമളാനു ശരീഫ് വെളിപ്പാടകലെ നമ്മിലേക്ക് എത്തി നിൽക്കുകയാണ്. മഗ്ഫിറത്തിന്റെ മാസം, പരിശുദ്ധമായ ഖുർആനിന്റെ മാസം എന്നല്ല, പാപമോചനത്തിന്റെ മാസം. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന രാവുകളാണ് ഇനി നമുക്ക് വരാനിരിക്കുന്ന പുണ്യമാക്കപ്പെട്ട റമളാനു ശരീഫിന്റെ രാവുകൾ. നന്മ കൊണ്ട്, നന്മയാർന്ന ജീവിതം കൊണ്ട് ധന്യമാക്കാൻ ആ ദിനരാത്രങ്ങളെ അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹിക്മത്താണ് ചില മാസങ്ങളെ അല്ലാഹു തആല ഫضല് കൽപ്പിച്ചു എന്നുള്ളത്. നമുക്കറിയില്ല അതിൽ എന്താണ് എന്നുള്ളത്. അത് പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് സൃഷ്ടികളുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ചില സൃഷ്ടികളെക്കാൾ അല്ലാഹു തആല ഫضല് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എന്നാൽ കാലങ്ങളും അങ്ങനെ തന്നെയാണ്, ചില സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലേ? മക്ക എന്ന പുണ്യമാക്കപ്പെട്ട രാജ്യത്ത് എന്താണുള്ളത്? ഒന്നും തന്നെയില്ല. പ്രകൃതി സുന്ദരം എന്ന് പറയാവുന്ന ഒരു രാജ്യമല്ല മക്ക എന്ന രാജ്യം. എന്നാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി, അല്ലാഹുവിന്റെ ഭൂമിയിൽ പടച്ച തമ്പുരാനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നുള്ളത് അത് വിശുദ്ധ മക്കയാണ്. അതെന്താണെന്നല്ല, അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. നമ്മളത് ചോദ്യം ചെയ്യാവതല്ല, അങ്ങനെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചിട്ട് വിശുദ്ധ മക്കയിലേക്ക് ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ പുറപ്പെടുന്നത്. അതെന്താ? അല്ലാഹു തആല അതിനെ മഹത്തരമായിട്ട് കൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചില സ്ഥലങ്ങൾ, ചില കാലങ്ങൾ, സൃഷ്ടികൾ അല്ലാഹു തആല ഇവർക്കെല്ലാം ചിലരെക്കാൾ അല്ലാഹു തആല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് പടച്ച തമ്പുരാന്റെ ഹിക്മത്താണ്. സുബ്ഹാനല്ലാഹ്. എങ്കിലങ്ങനെ തന്നെയാണ് പരിശുദ്ധമായ റമളാനു ശരീഫ്. അവ മറ്റു മാസങ്ങളില്ലാത്ത പ്രത്യേകതയാണ് അല്ലാഹു തആല പരിശുദ്ധമായ റമളാനു ശരീഫിന് നൽകിയിട്ടുള്ളത് എന്ന് വെക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യാവതല്ല. എങ്കിലോ റമളാനു ശരീഫ് എന്ന് പറയുമ്പോൾ മറ്റ് 11 മാസങ്ങളിലേക്ക് അപേക്ഷിച്ചു നോക്കുമ്പോൾ സൂര്യന്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും ഇടയിൽ സൂര്യത്തിന്റെ സ്ഥാനം പോലെയാണ്.
കാരണം വളരെ പ്രത്യേകമാണെന്നർത്ഥം. അതുകൊണ്ട് ആ മാസത്തെ നമ്മൾ പ്രത്യേകമായിട്ട് ഗൗനിക്കണം എന്നർത്ഥം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നോമ്പിന്റെ ലക്ഷ്യം നമ്മളെ തഖ്വയുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയത്തിലാണ് നോമ്പ് നമുക്ക് പിടിക്കേണ്ടത് എന്നർത്ഥം. അല്ലാഹു തആലാക്ക് 12 മണിക്കൂർ എന്ന് ഒരു പക്ഷേ ഇനി പറഞ്ഞാൽ പോരാ. ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ദേഷ്യപ്പെടും. 16 മണിക്കൂറൊക്കെയാണ് ഇപ്രാവശ്യം നോമ്പ്. അല്ലാഹു തആല പരിപൂർണമായിട്ട് അർഹിക്കുന്ന വിധത്തിൽ നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് 16 മണിക്കൂറും 17 മണിക്കൂറും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആലാക്ക് നമ്മളെ പട്ടിണിക്കിടത്തിൽ എന്താ ലക്ഷ്യം എങ്കിൽ അല്ലാഹു തആല ലക്ഷ്യം പറയുന്നുണ്ട്, ലഅല്ലകും തത്തഖൂൻ. അല്ലാഹുവിന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഹൃദയത്തെ സംശുദ്ധീകരിച്ചെടുക്കണം. നിങ്ങളെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യമേ പടച്ച തമ്പുരാനുള്ളൂ. മറ്റൊരു ലക്ഷ്യവുമില്ല. നിങ്ങളെ പട്ടിണിക്കിടത്ത് നിങ്ങളെ പ്രയാസപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യം പടച്ച തമ്പുരാന്റെ ലക്ഷ്യമല്ല. എന്നാൽ പിന്നെ വയറ് ഒഴിവാക്കിയിട്ട് അന്നപാനീയങ്ങളില്ലാതെ പട്ടിണിക്കിടൽ മാത്രമാണോ ലക്ഷ്യം? തഖ്വ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൈവരണമെങ്കിൽ മറ്റുള്ള അവയവങ്ങളിൽ കൂടിയതുണ്ടാകണം എന്നർത്ഥം. അതുകൊണ്ട് നോമ്പുണ്ടാകേണ്ടത് വയറിന് മാത്രമല്ല, മറ്റെല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുൻ സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവർക്കും തഖ്വ ഉണ്ടാകണം, അവരും സ്വർഗത്തിൽ കടക്കണം എന്നർത്ഥം. അപ്പൊ അവരും സ്വർഗത്തിൽ കടക്കണം, അതുകൊണ്ട് അവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടി. ഭക്തി എന്നുള്ളത്, ഭക്തിയുടെ സ്ഥലം സത്യത്തിൽ ഹൃദയമാകുന്നു. അപ്പൊ ഹൃദയത്തിലാണ് ഭക്തിയുണ്ടാവേണ്ടത്. അതിനാണ് നമ്മളെ പട്ടിണിക്കിടുന്നത്. ഹൃദയത്തിൽ ഭക്തിയുണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ പട്ടിണിക്കിടുന്നു. എങ്കിൽ നമുക്ക് ഭക്തിയുണ്ടായാലോ? ഭക്തിയുണ്ടെങ്കിൽ പിന്നെ അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗീയ ലോകം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഹൃദയത്തിൽ ഭക്തിയുണ്ടാകുന്നതോടുകൂടെ അത് മറ്റുള്ള അവയവങ്ങൾക്കു കൂടി തീർച്ചയായിട്ടും നോമ്പ് നിർബന്ധമായി വരും. എങ്കിലേ യഥാർത്ഥ മുത്തഖീങ്ങൾ ഉൾപ്പെടാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ കണ്ണിനെ, നമ്മുടെ നാക്കിനെ, നമ്മുടെ മറ്റുള്ള അവയവങ്ങളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നോമ്പിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ വേണ്ടാത്തതിന് സമയം ചെലവഴിക്കരുത് എന്നർത്ഥം. ഓരോ സമയത്തെക്കുറിച്ചും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എന്നർത്ഥം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ തഖ്വയാണ് പ്രധാനം. തഖ്വയ്ക്ക് വേണ്ടിയാണ് മനുഷ്യ മനസ്സുകളിൽ അള്ളാഹുവിനോടുള്ള ഭക്തി ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. എങ്കിൽ തഖ്വയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് സ്വർഗീയമത്രേ. എങ്കിൽ നോമ്പിന് അതിനേക്കാളും വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. നോമ്പിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അത് സ്വർഗത്തിന്റെ അനുഭൂതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭൂതി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. നോമ്പുകാരന്റെ പ്രതിഫലം പറഞ്ഞപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പുകാരന്റെ പ്രതിഫലം പറഞ്ഞിടത്ത് നോമ്പുകാരനുള്ള സന്തോഷം പറയുന്നുണ്ട്. അപ്പം നോമ്പുകാരന് സ്വർഗീയ ലോകം എന്നല്ല, സ്വർഗീയ ലോകത്തിനേക്കാൾ സ്വർഗീയ ലോകത്ത് ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന അനുഭൂതി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭൂതിയാണ് നോമ്പുകാരന് ലഭിക്കുന്നത്. അഥവാ നോമ്പ് അത്രമാത്രം അവനെ ഭക്തിയുടെ ഏറ്റവും ഉന്നതിയിൽ അവൻ എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ലിസ്വാഇമി ഫറഹതാനി, ഫറഹത്തുൻ ഇൻദ ഫിത്രിഹി വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
നോമ്പുകാരനുള്ള 2 സന്തോഷം. അതിൽ രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അപ്പൊ യഥാർത്ഥമായിട്ട് നോമ്പനുഷ്ഠിക്കുമ്പോ അവൻ മുത്തഖയായിത്തീരുന്നു. മുത്തഖീങ്ങൾക്ക് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതിയാണ് പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവും അതിന്റെ 10 ഇരട്ടിയും ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന മുഅ്മിനിന് സ്വർഗത്തിൽ ലഭിക്കും. എന്നാൽ ഈ അനുഭൂതികളൊന്നും ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലൊന്നുമല്ല. പിന്നെ അവന് ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഭൂതി എന്ന് സ്വർഗത്തിൽ പറയുന്നത് അത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനു ഷരീഫ് നമ്മിലേക്ക് കടന്നു വരികയാൻ. ഈ റമദാനു ഷരീഫിനെ എങ്ങനെ വരവേൽക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ റമദാനു ഷരീഫ് നമ്മുടെ സമയം, നമ്മുടെ കണ്ണ്, നമ്മുടെ മറ്റുള്ള അവയവങ്ങൾ, നമ്മുടെ നാക്ക്, ഇതിനെല്ലാം നോമ്പുണ്ടായിരിക്കണം എന്നർത്ഥം. ഇത് സത്യത്തിൽ പറയുമ്പോ നമ്മൾ റമദാനു ഷരീഫിലാണിപ്പോ. സുബ്ഹാനല്ലാഹ്. അതും റമദാനു ഷരീഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിലാണ് ഇന്നിപ്പോ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. എങ്കിലോ മഹാനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഖിഹ് ദവാമൻ ബിൽ മുഹാസബതില്ലതി തൻഹാക തഖ്സീറൻ ജറാവത സാഹുലാ വബിഹിഫ്ളി ഐനിൻ വല്ലിസാനി വസായിരിൽ അവാ ജമീഅൻ ഫജ്ഹദൻ ലാ തക്സലാ. മുഅ്മിനായ മനുഷ്യ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യ, നീ നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടെ നീ ജീവിക്കുന്നു എങ്കിൽ, അങ്ങനെ നിനക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നീ എല്ലാ ദിവസവും നിന്റെ സ്വന്തം ശരീരത്തിന് ഒരു വിചാരണ ചെയ്യാം. എങ്ങനെ? എങ്കിൽ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഞാൻ ഇന്നെന്താണ് പ്രവർത്തിച്ചത്, നാളെ ഞാൻ ഉണ്ടാകുമോ, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിചാരണ. അല്ലതി തൻഹാക തഖ്സീറൻ ജറാവത സാഹുലാൻ. വീഴ്ച കൊണ്ട് അല്ലെങ്കിൽ അലസത കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായ, ഒരു പക്ഷേ തെറ്റിലേക്ക് അവൻ വന്നതല്ല, പക്ഷെ അവന്റെ അലസത കാരണം തെറ്റിലവൻ അകപ്പെട്ടു പോയതാണ്. അതല്ലെങ്കിലോ വീഴ്ച പറ്റിപ്പോയതാണ്. ഇതിനെല്ലാം പരിഹാരമാണ് പരിശുദ്ധമായ റമദാനു ഷരീഫ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ സംഭവിച്ച പാപങ്ങളും ഒരു പക്ഷേ അലസത കൊണ്ട് സംഭവിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയ തെറ്റാണ്. മനുഷ്യനാണല്ലോ. അപ്പൊ മനുഷ്യനായതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെയൊരു മാസം തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു ഇങ്ങനെ തന്നെ ഒരു മാസം തന്നെ തെരഞ്ഞെടുത്തത് പശ്ചാത്തപിക്കുന്നുള്ള പശ്ചാത്താപം മനസ്സുമായിട്ട് വരുന്നവർക്ക് അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ റമദാനു ഷരീഫ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഓഫർ അല്ലാഹു തആല നൽകാൻ, ഏറ്റവും വലിയ ഒരു ഓഫർ നൽകാൻ ആർക്ക്? പശ്ചാത്താപ മനസ്സുമായിട്ട് പടച്ച തമ്പുരാനെ സമീപിക്കുന്നവർ. അപ്പോ ഓരോ മനുഷ്യനും തന്റെ ഓരോ സമയത്തിലും അവൻ ചെയ്ത ഇന്നലകളിൽ അവൻ ചെയ്ത പാപങ്ങളെ കുറിച്ചിട്ടുള്ള ശരിയായ ഒരു വീണ്ടുവിചാരം ഓരോ രാത്രിയും നടത്തുക. വഖിഹ് ദവാമൻ ബിൽ മുഹാസബതില്ലതി തൻഹാക തഖ്സീറൻ ജറാവത സാഹുലാ. പടച്ച തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ കാണുന്നത് പോലല്ല. സുബ്ഹാനല്ലാഹ്. ക്യാമറ കണ്ണുകളിൽ നമ്മുടെ വാഹനം പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ഥലത്തെത്തുമ്പോ നമ്മുടെ സ്പീഡ് കുറക്കും, അല്ലേ? അതല്ലെങ്കിലോ ഇന്ന് സുബ്ഹാനല്ലാഹ് ചില സ്ഥലങ്ങളിൽ ചെന്ന് നോക്കുമ്പോ നമുക്ക് ബാത്റൂമിൽ പോകാൻ പോലും പേടിയാ. കാരണം എന്താ? ക്യാമറ കണ്ണുകളുണ്ടോ? എങ്കിൽ പടച്ച തമ്പുരാന്റെ ക്യാമറയെ കുറിച്ച് ചിന്തിക്കൂ. സുബ്ഹാനല്ലാഹ്. എല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിൽ മറച്ചു വെക്കാൻ ഒന്നും സാധ്യമല്ലല്ലോ. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. എല്ലാ നിസ്സാരമായ കാര്യങ്ങളും നമ്മൾ അറിയൂല എന്ന് കരുതല്ല. നമ്മളിത് ഞാനല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി ചെയ്ത കാര്യങ്ങൾ പോലും പടച്ച തമ്പുരാന്റെ കിതാബിൽ വളരെ വ്യക്തമാണ്.
സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ ക്യാമറ കണ്ണുകളെ നമ്മൾ പേടിക്കുന്നുണ്ട്. പക്ഷേ പടച്ച തമ്പുരാന്റെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അന്നിലക്കുമല്ല, അല്ലാഹു തആല അതിനേക്കാളും വ്യക്തമായിട്ടാണ് നമ്മളെ കാണുന്നത്. ഒരു വസ്തുവും അല്ലാഹുവിൽ നിന്ന് മറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും വിചാരം നടത്തണം. ഞാനടക്കമുള്ള നമ്മളെല്ലാവരും വീണ്ടും വിചാരം നടക്കുക. ഈ പരിശുദ്ധമായ റമദാനു ഷരീഫ് അതിലേക്ക് നമുക്ക് ഒരു ഈ പരിശുദ്ധമായ റമദാനു ഷരീഫ് അതിനുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. എന്തേ പറഞ്ഞത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ വരും. മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിച്ചു പോകും. അലസത കൊണ്ട് സംഭവിച്ച തെറ്റായിരിക്കാം, അതല്ലെങ്കിൽ നമ്മിൽ നിന്ന് വീഴ്ച സംഭവിച്ചു പോയതായിരുന്നു. ഏത് തെറ്റാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും ഒരു വീണ്ടും വിചാരണ നടത്തുക. അങ്ങനെ വീണ്ടും വിചാരണ നടത്തുമ്പോ തീർച്ചയായിട്ടും അത് അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗമായിട്ട് മാറും. ബിൽ മുഹാസബത്തില്ലതി തൻഹാക തഖ്സീറൻ വജറാ വതസാഹുലാ. സത്യത്തിൽ ഈ വീണ്ടും വിചാരത്തിന്റെ കാര്യം പറയുന്നത് മഹാനാകുന്ന ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുന്നത് പോലും പശ്ചാത്താപ മനസ്സുമായിട്ട്, അഥവാ പശ്ചാത്താപം ചെയ്ത ഒരു വ്യക്തിയോടാണ്. പാപത്തിൽ നിന്ന് അള്ളാഹുവിനോട് പരിപൂർണമായിട്ട്, അള്ളാഹുവെ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എന്റെ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്ത ഒരു മനസ്സ്, ഈ മനസ്സിനോടാണ് മഹാനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിന്റെ ശിഷ്ടജീവിതം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ജീവിക്കണം. അതെന്താ? നീ ഇപ്പൊ പശ്ചാത്താപം ചെയ്തിട്ടുണ്ട്, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ടാകും. എങ്കിൽ തന്നെ ഇനിയുള്ള നിന്റെ ശിഷ്ട ജീവിതമെങ്കിലും നീ ഒരു വീണ്ടും വിചാരത്തോട് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് എന്ന് പറയുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കലാണെന്ന് പറഞ്ഞു. മനസ്സിനെ ശുദ്ധീകരിക്കലാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം എന്നർത്ഥം. അപ്പൊ ഏതെല്ലാം അവയവങ്ങൾക്ക്? എല്ലാ അവയവങ്ങൾക്കും, ഇന്ന അവയവം എന്നില്ല, എല്ലാ അവയവങ്ങൾക്കും നോമ്പ് വേണമെന്നർത്ഥം. വബിഹിഫ്ളി ഐനിൻ വല്ലിസാനി വസായിരിൽ അയളാ ജമീഅൻ ഫജ്ഹദൻ ലാ തക്സലാ. നാവിനെ സൂക്ഷിക്കാൻ കഴിയണം. നാവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയണം. കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അല്ലേ? എന്തൊരു തെറ്റിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു അവയവം കണ്ണാൻ. ഒരു തിന്മ കാണുമ്പോഴാണ് അതിലേക്ക് ആശ തോന്നുന്നത്, അപ്പോഴാണ് നമ്മുടെ ചിന്ത വർദ്ധിക്കുന്നത്. ഈ ചിന്തയിൽ നിന്നാണ് മറ്റുള്ള എല്ലാ തെറ്റുകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നത് കണ്ണാൻ. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കണം. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നദറതു ശഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസിൽ മർജൂം. ഇത് ഇബ്ലീസ് അട്ടിയോടിക്കപ്പെട്ട ഇബ്ലീസിന്റെ വിഷലിപ്തമായ അമ്പിൽപ്പെട്ട ഒരു അമ്പാണ് നോട്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണ് ഒരു നമുക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യം, അതല്ലെങ്കിൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ എന്തെങ്കിലും നമ്മൾ കാണുമ്പോ തീർച്ചയായിട്ടും തെറ്റിലേക്ക് നമ്മെ ഈ കാഴ്ച കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ണിനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം എന്താ? ചിന്തയിലേക്കാണ് ഈ നോട്ടം കണ്ടെത്തിക്കുന്നത്. ചിന്തയോ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ ദിനരാത്രങ്ങളാണ്. ഈ റമളാനു ഷരീഫിന്റെ ദിനരാത്രങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും ചെലവഴിക്കാനുള്ളതല്ല. നമ്മുടെ ശരീരമാസകലം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സമയമാണ് റമളാനു ഷരീഫ് എന്ന് പറയുന്നത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതെല്ലാം വിധത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നുവോ ആ നിലക്കെല്ലാം പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി അല്ലാഹു തആല പറയാണ്.
അല്ലാഹു തആല പറയുന്നത് നിങ്ങളെ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി, നിങ്ങൾ ഭക്തിയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ തഖ്വയോ? തഖ്വ എന്ന് പറയുന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്താണ് തഖ്വ? എന്താണ് തഖ്വ എന്നുള്ളതാണ്. അഥവാ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായിരിക്കുന്ന ആളുകൾ പല നിലക്കുള്ള നിർവചനമാണ് തഖ്വക്ക് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും എല്ലാം കൂടി പറയുന്നത് അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു മനസ്സ്, അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു മനസ്സ്, ഈ മനസ്സിന്റെ ഉടമകളാക്കി തീർക്കുക എന്നുള്ളതാണ് പടച്ച തമ്പുരാന് നമ്മളെ പട്ടിണിക്കിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിന്റെ പിന്നിൽ അല്ലാഹു നമ്മളെ തഖ്വയുള്ള മനസ്സിന്റെ ഉടമകളാക്കി മാറ്റുന്നത് പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് എന്നർത്ഥം. അങ്ങനെയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതോ ഒരു സമയത്തും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതായത് നമ്മുടെ മനസ്സ് ഒരേപോലെ ആയിരിക്കണം. ആളുകളെ കാണുമ്പോൾ ഒരു നിലക്ക് അങ്ങനെയല്ല. പിന്നെ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടത് ഐ തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും പടച്ച തമ്പുരാനെ ഭയന്ന് ജീവിക്കുക എന്നുള്ളത് അത് ഇരുവിയത്തിലെയും വിജയത്തിന് കാരണമാണ്. അത് ദുനിയവിയായ വിജയത്തിനും കാരണമാണ്, ഉഖറവിയായ വിജയത്തിനും കാരണമാണ് എന്നർത്ഥം. മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. തഖ്വയുള്ള ഒരു മനുഷ്യൻ, തഖ്വയുള്ള ഒരാള് ഈ ദുനിയാവിലെ ജീവിതം ഇഷ്ടപ്പെടൂല എന്നാ. അവരെപ്പോഴും ആഖിറത്തിൽ പോകാനേ ചിന്തിക്കൊള്ളൂ. അപ്പൊ മനുഷ്യൻ അങ്ങനെയാകണം. മനുഷ്യൻ അങ്ങനെ ആക്കി കൊണ്ടുവരികയാണ്. കാരണം എന്താ? ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വളരെ നിസ്സാരമാണ്, വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ ഈ പകിട്ടുകളിലൊന്നും നീ വഞ്ചിതനായിട്ട് കഴിയണ്ട. നിന്റെ മനസ്സ് യഥാർത്ഥ മുത്തഖിയുടെ മനസ്സാകണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മെ എടുക്കുകയാണ് നോമ്പുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് നിർബന്ധമാക്കാനുള്ള കാരണമായിട്ട് പടച്ച തമ്പുരാൻ പറയുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. കാരണം എന്തേ? കാരണം നസ്രാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ലസിമ തഖ്വ ഇഷ്താഖ ഇലാ മുഫാറഖത്തി ദുനിയാ. അപ്പൊ നോമ്പ് പിടിക്കുമ്പോ ശരീരമാസകരം നമുക്ക് നോമ്പുണ്ട്, നമ്മുടെ നാക്കിന് നോമ്പുണ്ട്. നമ്മൾ അന്യരിലേക്ക് അന്യ സംസാരങ്ങൾ സംസാരിക്കുന്നില്ല, അന്യവരെ പറ്റി ഇല്ലാത്തത് പറയുന്നില്ല, കളവ് പറയുന്നില്ല, ഗീബത്ത് പറയുന്നില്ല, നമീമത്ത് പറയുന്നില്ല. പിന്നെ നമ്മൾ നാക്കിനെ നമ്മൾ സൂക്ഷിക്കുന്നു, അതുപോലെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധമായിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സുമായിട്ട് നമ്മളാകുമ്പോ അതാണ് പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമ ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം തീരെ ഇല്ലാതെയായിരിക്കും. അങ്ങനെയാണ് അവൻ ജീവിക്കുക. കാരണം എന്താ? ദുനിയാവിനെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ദുനിയാവ് വഞ്ചകനാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മഹാനാകുന്ന ഇമാം നസ്രാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ ലസിമ തഖ്വ ഇഷ്താഖ ഇലാ മുഫാറഖത്തി ദുനിയാ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തഖ്വയുള്ള മനുഷ്യൻ, തഖ്വയുള്ള വ്യക്തി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തി, അള്ളാഹുവിന്റെ പറഞ്ഞ കാര്യങ്ങൾ എടുക്കുകയും പടച്ച തമ്പുരാൻ നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ദുനിയാവുമായിട്ട് വിട്ടുപിരിയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അള്ളാഹുവിനെ കണ്ടുമുട്ടെവിടെ? അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് മുഅ്മിനിന്റെ പരമമായ ലക്ഷ്യം. ആ കണ്ടുമുട്ടൽ എവിടെയാണ്? അത് സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നോമ്പ് നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ലഅല്ലക്കും തത്തഖൂൻ. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ തഖ്വയുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് മാറും നോമ്പുകാർക്കുള്ള പ്രതിഫലമായിട്ട് പറഞ്ഞതോ ലിസായിമി ഫറഹതാനി ഫറഹതുൻ ഇൻദ ഫിത്രിഹി വഫറഹതുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലെ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഏത്? അള്ളാനെ കണ്ടുമുട്ടുക എന്നുള്ളത്. സ്വർഗമേ അല്ല. പിന്നെ പടച്ചതമ്പുരാൻ ദുനിയാവും അതിന്റെ 10 ഇരട്ടി നമ്മൾ സ്വർഗത്തിൽ സ്വർഗത്തിൽ നമുക്ക് ലഭിച്ചാലും അതൊന്നുമല്ല മുഅ്മിനിന്റെ അനുഭൂതി, അതൊന്നുമല്ല മുത്തഖിയുടെ അനുഭൂതി. പിന്നെ അത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ഈ മുത്തഖീങ്ങൾ ദുനിയാവുമായിട്ട് വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ട് ഈ ദുനിയാവിലെ അനുഭൂതി ഒന്നുമല്ല എന്നല്ല, ദുനിയാവിന്റെ 10 ഇരട്ടി സ്വർഗത്തിലെ അനുഭൂതി ഒന്നുമല്ല, പിന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് പ്രധാനം. അതുകൊണ്ട് ഇമാം നസ്റാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ ലസിമ തഖ്വ ഇഷ്താഖ ഇലാ മുഫാറഖത്തിദ് ദുനിയാ. കാരണം അല്ലാഹു തആല നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ബുദ്ധിമാന്മാരാകുന്നു, അവരവരെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലദാറുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് ചിന്തയില്ലേ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എങ്കിൽ ബുദ്ധിമാന്മാരായ മുത്തഖീങ്ങളാകുന്ന അള്ളാഹുവിന്റെ അടിമകൾ ഇത് നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുനിയാവുമായിട്ട് അവർ കൂടുതൽ കെട്ടുപെടാത്തത്, ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ അവർ മുഴുകാത്തത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, വലദ്ദാറുൽ ആഖിറതി, പരിശുദ്ധമായ ആഖിറത്തിലെ വീട്, ആ സ്വർഗീയ ലോകം, ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്. ആർക്ക് വേണ്ടിയാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി തീരാൻ വേണ്ടി. എങ്കിൽ ലില്ലദീന യത്തഖൂൻ, പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഉത്തമമാണ് ഈ ദുനിയാവിനെക്കാളും നാളെ ആഖിറത്തിലെ ഭവനം എന്നതാണ് പടച്ചതമ്പുരാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു വെച്ചത് കൊണ്ടാണ് മഹാന്മാരായിരിക്കുന്ന ആളുകൾ ദുനിയാവുമായിട്ടുള്ള ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ, ഈ ദുനിയാവുമായിട്ടുള്ള ഈ ഇടപാടിൽ നിന്നൊക്കെ അവർ മാറി നിന്നുകൊണ്ട് ചിന്തിക്കുന്നത്, അവരുടെ ചിന്തയെ പടച്ചതമ്പുരാനിലേക്ക് തിരിച്ചുവിട്ടത് അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അവർക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ ദുനിയാവിലെ ഖൈറും ആഖിറത്തിലെ ഖൈറും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലെ ഖൈറും വേണം, ദുനിയാവിലെ ഖൈറും വേണം, അല്ലെ? അപ്പൊ 2 ഖൈറും നമുക്ക് എത്തിക്കണമെങ്കിൽ അത് തഖ്വ കൊണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഒരു തിന്മയും. ഈ ദുനിയാവിന്റെ ശർറിൽ നിന്ന് ഒരു മോചനം നമുക്ക് ലഭിക്കണമെങ്കിലും, ഈ ആഖിറത്തിലെ ശർറിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ഭയഭക്തിയുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് മാറണം എന്നാണ് മഹാന്മാരായിരിക്കുന്ന ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് മഹാനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവല്ലോ, നിനക്ക് ദുനിയാവിലെ വിജയം വേണോ, നീ മുത്തഖിയാവ്. ആഖിറത്തിലെ വിജയം വേണോ, നിനക്ക് മുത്തഖിയായിക്കോ. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാഇലാ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പരിശുദ്ധമായ റമദാനു ശരീഫ് പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. ഏതെല്ലാം വിചാരങ്ങളിൽ നിന്ന് മറ്റു വികാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹറിന് നിനക്ക് കഴിവുണ്ടോ, മഹർ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കണം, അതല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കണം. അപ്പൊ അള്ളാഹുവിന് വേണ്ടുന്ന പ്രകാരം നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ മനസ്സിനെ, നിന്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയും. അങ്ങനെയുള്ള നോമ്പുകാരനായി മാറിയണം. ഈ നോമ്പാണ് പടച്ചതമ്പുരാൻ ആവശ്യം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാത്ത നിലക്കുള്ള ഒരു നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. ഏതാണ് അല്ലാത്ത നിലക്കുള്ള നോമ്പ്? നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നുണ്ട്, എന്നിട്ടോ നമ്മൾ വേണ്ടതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ പറയേണ്ടത് നാക്കിനെ സൂക്ഷിക്കേണ്ട വിപത്തുകളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നാക്കിനെ സൂക്ഷിക്കുന്നില്ല. നമ്മുടെ
നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കേണ്ടുന്ന ദോഷങ്ങളിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കുന്നുമില്ല എങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ഈ പട്ടിണി കിടക്കൽ ഇത് അല്ലാഹു തആല പറഞ്ഞ ഈ ലഅല്ലക്കും തത്തഖൂൻ മുത്തഖിയായി തീരാൻ നിന്നെ സഹായിക്കുകയില്ല ഈ പട്ടിണി. അതുകൊണ്ട് നീ അങ്ങനെ പട്ടിണി കിടക്കേണ്ടതില്ല. അതുകൊണ്ട് ഒരു കാര്യവും ഒരു നേട്ടവും നിനക്ക് ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചുവല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അങ്ങനെ തന്നെ പറഞ്ഞു. നോമ്പ് എന്നുള്ള പദമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞത്. പിന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ നിനക്കിഷ്ടമുള്ളതൊക്കെ സംസാരിക്കുക, നീ നിന്റെ നാക്കിനെ സൂക്ഷിക്കുന്നില്ല, നിന്റെ കണ്ണുകൊണ്ട് ഇഷ്ടമുള്ളതെല്ലാം നീ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോ നിന്റെ ഹൃദയം മറ്റൊന്നിലേക്ക് ചിന്തിക്കുന്നു. ഈ ചിന്തയാണ് നിന്നെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നത്. ഈ ചിന്തയാണ് ഏത് ചിന്ത? നിന്റെ നോട്ടം കൊണ്ട് ഉണ്ടായ ചിന്ത. ആ ചിന്തയാണ് നിന്റെ വേണ്ടാത്തരത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചത്. അങ്ങനെയുള്ള നോമ്പുകാരാ, നീ നിന്റെ നോമ്പല്ല, ഇത് നോമ്പ് എന്ന് പറയൂല, ഇതിന് നോമ്പ് എന്നല്ല പറയാ, ഇതിന് സൗമ എന്ന് പറയൂല, അതിന് നീ ഭക്ഷണപാനീയം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറയൂ. ഫലൈസ ലില്ലാഹി ഹാജതൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഭക്ഷണം ഒഴിവാക്കിയിട്ടില്ല, ഒരു വ്രതം അതല്ലെങ്കിൽ അങ്ങനെ ഈ പാനി ഒഴിവാക്കിയിട്ടുള്ള ഒരു അവസ്ഥയൊന്നും പടച്ച തമ്പുരാന് ഒരാവശ്യവുമില്ല എന്ന് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നിന്നെ ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നലക്കുള്ള ഉയർത്തല് നീ മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ മുത്തഖീങ്ങളാകുന്ന അടിമകൾ, ഈ മുത്തഖീങ്ങളാകുന്ന അടിമയുടെ വിശേഷണങ്ങളിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ട് പോയിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം നിനക്ക് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അതുകൊണ്ട് അപ്രകാരം തന്നെ നീ നോമ്പെടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഏതാണ് ഈ റമളാൻ ഷരീഫ്? സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടി അടക്കപ്പെടുന്ന പരിശുദ്ധമായ റമളാൻ ഷരീഫ്. ആ റമളാൻ ഷരീഫ് മഗ്ഫിറത്തിന്റെ, പരിശുദ്ധമായ ഖുർആനിന്റെ, പാപമോചനത്തിന്റെ എല്ലാ മാസമാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ വേണ്ടുന്ന വിധം നമുക്ക് ധന്യമാക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ഇത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്ന് മാത്രമല്ല, ഈ ദുആയിൽ നിന്ന് നമുക്ക് അതിനുള്ള ഒരു ഊർജം, അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജമുണ്ടാവണം. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായിരിക്കുന്ന സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് മാത്രമാണ്. ഇത് നമ്മളത് ഏറ്റുപറയുക മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായിരിക്കുന്ന സഹാബത്തെ കിറാമിനോട്. ഏത് പരിശുദ്ധമായ ശഅബാൻ മാസം വരുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഓഫറിനെ ഉപയോഗപ്പെടുത്തേണ്ട, ഈ വലിയ ഓഫറാകുന്ന പടച്ചതമ്പുരാന്റെ ഈ ഓഫർ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാക്കും റമളാനു ശഹ്റും മുബാറക്, വളരെ ബറക്കത്തായ ഒരു മാസം, പുണ്യകരമായ ഒരു മാസം അത് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു എന്ന് പറഞ്ഞിട്ട് റമളാനിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായിരിക്കുന്ന സഹാബത്തെ കിറാമിനെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് കണക്കിലെടുക്കണം, ഇത് മുഖവിലക്കെടുക്കണം എന്ന് പറഞ്ഞ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പുണ്യമാക്കപ്പെട്ട രാവ്, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ രാവ് ധന്യമാക്കാൻ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഒരു വ്യക്തി
ഈ പരിശുദ്ധമായ റമദാനു ഷരീഫിന് വേണ്ടുന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ സുബ്ഹാനല്ലാഹ്, അവനേക്കാളും പിന്നെ ഖൈർ തടയപ്പെട്ട ഒരാളില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ ഖൈർ തടയപ്പെട്ടവനാണ്. കാരണം എന്താ, അള്ളാഹു ഇത്ര വലിയ ഒരു ഓഫർ നൽകിയിട്ടും പടച്ചതമ്പുരാന്റെ മുന്നിലേക്ക് മുന്നിടാത്തവൻ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം. സുബ്ഹാനല്ലാഹ്, അവൻ ഖൈർ തടയപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പശ്ചാത്താപ മനസ്സുമായിട്ട് പരിശുദ്ധമായ റമളാനു ഷരീഫിലേക്ക് മുന്നിടാൻ പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ സംഗമിക്കുന്ന ഈ വിവിധ രാജ്യങ്ങളിൽ വെച്ച് നിന്നുകൊണ്ടുള്ള നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു തആല അവന്റെ ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത് നല്ല ആഖിറത്തിൽ ഈ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നില്ലെങ്കിലും നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചുകൊണ്ടെങ്കിലും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യത്തിനുള്ള കാരണമായിട്ട് നമ്മളെ ഈ ഒത്തുകൂടൽ അല്ലാഹു തആല ആക്കി തീർക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയും നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന വസിയ്യത്തോടെയും തൽക്കാലം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.